മുളങ്കാംമുട്ടി എന്ന ഊരിലാണ് നിൽക്കുന്നത്. ചെറിയ ഊരാണ്. 22 മുതുവ കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ അങ്ങേ കിഴക്കേ അറ്റം, ഇടുക്കി ജില്ലയുടെയും ഏറ്റവും കിഴക്കേ അറ്റം. ഈ ഊര് കഴിഞ്ഞാൽ ചിന്നാർ ഒഴുകുകയാണ്. ചിന്നാർ ഒരു അതിർത്തിയാണ്. ചിന്നാറിനപ്പുറം തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ പൊതുമലയിൽ നിന്നാണ് ചിന്നാർ ഉത്ഭവിച്ച് ഈ ഊരിനെ തഴുകി കിഴക്കോട്ട് ഒഴുകുന്നത്. മുളങ്കാംമുട്ടി എന്ന ഊരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന അപൂർവം ചില ഊരുകളിൽ ഒന്നാണ് മുളങ്കാംമുട്ടി. മറയൂർ ടൗണിൽ നിന്നും 18 കിലോമീറ്റർ സഞ്ചരിച്ച് ചിന്നാറിലെത്തി ചിന്നാർ വനത്തിലൂടെ കടന്ന് തായണ്ണംകുടി എന്ന ഊരിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് പലപ്പോഴും നടന്നു മാത്രമാണ് മുളങ്കാംമുട്ടിയിലേക്ക് വരാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്താണ് അവിടേക്ക് ഒരു ജീപ്പ് റോഡ് തെളിയിച്ചിട്ടുള്ളത്. മുളങ്കാംമുട്ടി മുതുവാൻ സമൂഹത്തിൻ്റെ പ്രാക്തനമായ പല സംസ്കാരങ്ങളും ഇപ്പോഴും പേറുന്ന ഒരു ഊരാണ്. ആണും പെണ്ണും ഒന്നിച്ച് കൃഷി ചെയ്യുന്നു, ഒന്നിച്ച് പങ്കിട്ട് ജീവിക്കുന്ന മഹത്തായ സങ്കല്പങ്ങൾ ഇപ്പോഴും ഈ ഊരിൽ നമുക്ക് കാണാൻ കഴിയും. ദേവസ്വാമി ചക്കരമുത്തെന്ന മൂപ്പനും ഞാനും ഈ വീടുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഊരിന് ചുറ്റും കൃഷിയിടങ്ങളാണ്. സമീപകാലത്താണ്, അതായത് ഒരു 10-16 വർഷം മുമ്പാണ് അവർ നാടോടികളായിട്ട് ഈ പല ഊരുകളിലും താമസിച്ചതിന് ശേഷം അവർ താമസിച്ചിരുന്ന ഒരു ഊരിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി, ഒരു ദുരന്തമുണ്ടായി. ഇതിന് ശേഷം അവർ മുളങ്കാംമുട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുളങ്കാംമുട്ടിയിൽ അവരൊരു 16 വർഷമേ ആയിട്ടുള്ളൂ. അതിനു ചുറ്റും ഒരു 22 വീടുകൾ നടുക്കും ചുറ്റുമായിട്ട് മനോഹരമായ കൃഷിസ്ഥലങ്ങളും. വനം വകുപ്പിൽ വനാവകാശം പ്രകാരം അവർക്ക് ഭൂമി കിട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജീപ്പ് റോഡ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മുളങ്കാംമുട്ടിയിൽ ഒരു പുതിയൊരു ജീവിതം, പുതിയൊരു സെറ്റിൽമെൻറ്റ് അവർ ആരംഭിക്കുകയാണ്. അവിടെ ഈ കൃഷിയിടങ്ങളിൽ അവർ കുടുംബമായി ജീവിക്കുന്നുണ്ട്, കുടുംബമായി പണി ചെയ്യുന്നുണ്ട്. കുട്ടിയും കുറുമാലും മുതിർന്നവരും എല്ലാവരും കൃഷി ചെയ്ത് ഒപ്പം കന്നുകാലികളെ വളർത്തിയും ആടും കോഴിയും പശുവും ഒക്കെ വളർത്തിയും അവർ ജീവിക്കുന്നുണ്ട്. ചുറ്റും മലനിരകളാണ്. പ്രത്യേകമായ കാലാവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. ജീവിത സാഹചര്യങ്ങൾ നമ്മൾ താഴ്വാരങ്ങളിൽ അധിവസിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. വിദ്യാഭ്യാസത്തിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഏകാധ്യാപക വിദ്യാലയം ഉണ്ടായിരുന്നു, പക്ഷേ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയങ്ങൾ നിർത്തലാക്കുകയും ഗുണനിലവാരമുള്ള സർക്കാർ പ്രൈമറി സ്കൂളുകളിലേക്ക് കുട്ടികളെ മാറ്റുന്നതിനും വേണ്ടി ശ്രമിച്ചു കുറച്ച് വർഷങ്ങളായി. അതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള കുട്ടികളും ഹോസ്റ്റലിലുണ്ട്. പക്ഷേ 1 തൊട്ട് 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് എതിർപ്പുള്ള ചില രക്ഷകർത്താക്കളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആശുപത്രി സംവിധാനങ്ങളായാലും സ്കൂൾ സംവിധാനങ്ങളായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അടുത്തേക്ക് വരാനായിട്ട് മുളങ്കാംമുട്ടി എന്ന ഊരിൽ ഉണ്ട്. ഊരിൻ്റെ വിശേഷങ്ങളും മുതുവാൻ സമൂഹത്തിൻ്റെ കാർഷിക സംസ്കാരവും ഇപ്പോൾ അവരുടെ ജീവിത രീതികളുമെല്ലാം നമുക്ക് ദേവസ്വാമി എന്ന മൂപ്പനിൽ നിന്ന് തന്നെ കേട്ടറിയാം. എല്ലാവർക്കും സ്വാഗതം. അത് നേരത്തെ ഇവിടെ മുളങ്കാംമുട്ടിലിരുന്ന സമയത്തിന് അതിന് മുമ്പ് ഏറ്റവും പാട്ടന്മാരുടെ കാലത്ത് നിന്ന് സാമ ഉണ്ടായിരുന്നു, വരകുണ്ടായിരുന്നു, തെനയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസത്തിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് അത് ആഹാരത്തെ കിട്ടണ അത് സാമൻ്റെതോ വരകൻ്റെതോ തെനൻ്റെതോ അത് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു 3-4 മാസത്തിൽ കിട്ടും. രാഗി അത് പല ഐറ്റത്തിൽ രാഗികളുണ്ട്. 6 മാസത്തിനുണ്ട്, 8 മാസത്തിനുള്ള രാഗികളും ഉണ്ട്. അത് കുറച്ച് നാൾ പിടിക്കും. അതുവരെ ഞങ്ങൾ ഇത് തിരയോ വരകോ അത് കളിച്ചു കൊണ്ടിരിക്കും. അത് ഉള്ളവർക്ക് ഉണ്ടായിരുന്നു, ഇല്ലാത്തവർക്കും അത് ഇല്ലാതെ ഞങ്ങൾ ഉള്ളവരെ അവരെ എല്ലാവരും കൂടി വിളിച്ചു പോയി അവിടെ വരകെല്ലാം കൊയ്ത് പിന്നെ വീട്ടിൽ വന്ന് എല്ലാവർക്കും ആഹാരം ഉണ്ണുന്നത് പോലെ എല്ലാവരും ആഹാരം കൊണ്ടിരിക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ പാട്ടന്മാരുടെ രീതി. അത് പാട്ടന്മാരുടെ രീതിയിൽ നടക്കുന്ന രീതി അങ്ങനെയാണ്. ഇപ്പോഴുള്ള രീതി ഞങ്ങൾ കടയിൽ പോയി മാത്രം അരി മേടിക്കുന്നത് മാത്രമേ അറിയാം. ഇപ്പോൾ ഞങ്ങൾ പണ്ടുള്ള കൃഷി ചെയ്യാൻ ഇവിടെ പയ്യന്മാർക്കോ സ്ത്രീകൾക്കോ അത് ശരിക്കും അറിയില്ല. ஆனால் ഞങ്ങൾ എല്ലാം കുടിയിൽ വെച്ച് രാഗിയായി ഏറ്റവും പ്രധാനமான കൃഷി. അത് തൊട്ട് ചക്കരവള്ളി ഉണ്ടായിരുന്നു, വാഴ ചേമ്പുണ്ടായിരുന്നു, പിന്നെ കപ്പയുണ്ടായിരുന്നു. അത് എല്ലാവരും ചെയ്യില്ല, 1-2 ആൾക്കാർ ചെയ്താലും ഉള്ളവരെ വെച്ച് അത് ഓരോരോ കുടുംബങ്ങളിൽ
കുടിക്കാൻ കഞ്ഞില്ലാത്ത സമയത്തിന് അവരെ വിളിച്ചു കൊണ്ടുപോയി അവിടെ നിന്ന് കപ്പയോ ചക്കര വെളിക്കിഴങ്ങോ എല്ലാവർക്കും കൊടുത്ത് അവരും ഞങ്ങൾ കളിക്കുന്നത് പോലെ അവരും കളിച്ചുകൊണ്ടിരിക്കാനുള്ള തീരുമാനങ്ങൾ എൻ്റെ പാട്ടന്മാർ കാലം തൊട്ട് ഇതുവരെ ഉണ്ട്. ഇപ്പോൾ വന്ന് എല്ലാവരും മാറി എല്ലാവരും ഇപ്പോൾ വന്ന് എല്ലാവരും തനിച്ച് ഈ തൊഴിലുറപ്പ് പണി കൊണ്ട് എല്ലാവരും ഇപ്പോൾ കഞ്ഞിയും കുടിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് ഈ തൈലപ്പുല്ല് വന്ന ശേഷം കുറച്ച് എല്ലാ തൈലപ്പുല്ലുണ്ടാക്കി അത് വെച്ച് ഞങ്ങളിപ്പോൾ അത് വാറ്റി അത് കടം മേടിക്കും. കടയിൽ പോയി കടം മേടിക്കുന്ന ഈ പൈസ തൈലം കുറച്ചുള്ളവർക്ക് പറ്റടിക്കാൻ മാത്രമേ തൈലം പിന്നെ തിരിച്ച് ഞങ്ങൾ മറുപടിയും അത് വന്ന് തൈല കടക്കാർ വെച്ച് പൈസ മേടിച്ചതും കടം മേടിച്ചതും പിന്നെ ഞങ്ങൾ അരി മേടിക്കുന്നതോ പച്ചക്കറി മേടിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇഞ്ചിയുണ്ട്, ബീൻസുണ്ട്, കൂർക്ക കിഴങ്ങുണ്ട്. പിന്നെ ഇടയ്ക്കിടെ ഞങ്ങൾ ഈ ചെറിയ ഉള്ളി അത് കൃഷി ചെയ്യും. മഞ്ഞൾ കൃഷിയുണ്ട്. ഇപ്പം നിലവിലുള്ളത് അതാ. ഇപ്പം തുടങ്ങുന്നത് ഞങ്ങൾ ഈ ബീൻസ് ഇടാനുള്ള തുടക്കം എല്ലാവരും കാട് കൊറ്റിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത ഞായറാഴ്ച തൊട്ട് തിങ്കളാഴ്ച തൊട്ട് എല്ലാവരും അത് വിത്ത് ഇടാനുള്ള തീരുമാനങ്ങൾ ഉണ്ട് കുടിയിൽ. അത് ഇട്ട ശേഷം അത് ഏത് സമയത്തിന് ആന വരാനുള്ള അതുകൊണ്ട് കാട്ടുപോത്തുന്ന ശല്യങ്ങൾ ഒരു സമയത്തിനുണ്ട്. എന്നാൽ ഇതുവരെ ഞങ്ങളുടെ കൃഷിന് മുളങ്ങാമുട്ടി കൃഷിന് വന്ന് ഇവിടെ കുടിയിൽ ചുറ്റും വന്ന് നശിപ്പിക്കാതിരുന്നാലും ചുറ്റും ഏത് സമയത്തിനും ഈ കാട്ടുമൃഗങ്ങൾ നടക്കണ അതുകൊണ്ട് ഞങ്ങൾ രാത്രി പകലമായി കാവൽ കിടക്കാം. ഒരു സമയത്തിന് ഈ പീനസ് മുളയ്ക്കുന്ന സമയം മയിൽ വന്ന് കൊത്തി തിന്നും. അതിനു വേണ്ടി ഞങ്ങൾ രാത്രി പകലായി കാവലും ഇരിക്കും. ആന ഒരു സമയത്തിന് ഞങ്ങൾ ഇടന കൃഷിക്ക് ഈ മയിൽ വന്ന് തിന്നുപോകാനുള്ള സമയമുണ്ട്. അത് ഇരുന്നാൽ ഞങ്ങൾ കാവൽ കൊണ്ട് അതിന് മുടുക്കി ഞങ്ങൾ കാട്ടുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നത് ഈ പീനസ് വിത്ത് എടുത്ത ശേഷം വിത്ത് ഈ വണ്ടിയില്ലാതെ കൊണ്ട് നേരത്തെ ഞങ്ങൾ ഇവിടെ നിന്ന് ചുമന്ന് തായാണ്ണം കൂടി വരെ ചുമന്ന തലയിൽ അവിടെ കച്ചവടക്കാർ വന്ന് മേടിച്ച് പിന്നെ ഞങ്ങൾക്ക് ഉള്ള പൈസ തരും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അരി മേടിച്ച് തായാണ്ണം കുടിയിലിരുന്ന് മുളകാമുട്ടി വരെ 60-65 പ്രായമുള്ള ആൾക്കാർ കൂടെ അവിടെ തലയിലെ ശ്രമം വെച്ച് ഞങ്ങൾ അരിശിയോ മറ്റ് സാധനങ്ങളോ എടുത്തുകൊണ്ട് ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷക്കാലം ഞങ്ങൾ വണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ അരിയോ പച്ചക്കറിയോ ഏതെങ്കിലും മേടിച്ചാലും അതിപ്പോൾ വണ്ടി വെച്ച് ഞങ്ങൾ വിളിച്ച് വണ്ടി അങ്ങനെ സ്വന്തമായിട്ട് കുടിയിൽ വണ്ടിയല്ല വേറെ കുടിയിലുള്ളതോ മരയിലുള്ള വണ്ടിയോ വിളിച്ച് ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കാനുള്ള അത് ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഞങ്ങൾക്കൊരു 10 വർഷത്തിന് മുമ്പിൽ അത് 90 വയസ്സായാലും 80 വയസ്സായാലും ഞങ്ങൾ അവിടെ ഇരുന്ന ചമന്ന് ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വണ്ടി വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സമാധാനമായി. ഇപ്പോൾ പാട്ടന്മാർക്കോ പാട്ടിമാർക്കോ സ്ത്രീകൾക്കോ പയ്യന്മാർക്കോ ഏതോരം ബുദ്ധിമുട്ടില്ല. കണ്ണുകാലിൽ വളർത്തി എൻ്റെ പാട്ടന്മാർ കാലത്തിൽ ഇതുവരെ നമ്മുടെ ഭാഗത്തിൻ്റെ പാൽ എടുത്ത് പുറത്ത് കൊടുത്തിട്ടില്ല. ഞങ്ങൾ സ്വന്തമായി നേരത്തിൽ കളിച്ചു കൊണ്ടിരുന്ന പാല്. ഇപ്പോൾ പാൽ കളിക്കാനുള്ളവരെ കുറവാ. പാൽ കളിക്കുന്നവർ 1-2 ആൾക്കാർ മാത്രമേ കുടിയിലുണ്ട്. എല്ലാവർക്കും അത് പാൽ കാണാതെ സമയമായി. അതുകൊണ്ടെല്ലാം പാലിന് ഇത് ഇഷ്ടപ്പെടില്ല. അത് എല്ലാവരും അത് മാറ്റി. എല്ലാവർക്കും ഇപ്പോൾ അത് പാലിനോട് ഇഷ്ടമല്ല. ഞങ്ങൾ ഏത് സമയത്തിന് എല്ലാ വീട്ടിലും രാവിലെ ഈ പയ്യന്മാർ തൊട്ട് എല്ലാ വീടും കയറി കട്ടൻ ചായ കുടിച്ചിട്ട് നടക്കാനുള്ള തീരുമാനം ഇപ്പോൾ. അത് പാലില്ല. പാൽ എടുത്തിട്ട് ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. പാലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ വിലയ്ക്കത് വിറ്റിട്ടില്ല. ആനാലും കച്ചവടക്കാർ വന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആടോ പശുവോ കൊടുത്ത് അതിന് വെച്ച് ഞങ്ങൾ സാധനം മേടിക്കുന്നതോ ഒരു മുണ്ട് മേടിക്കുന്നതോ പിന്നെ കഞ്ഞി അരി മേടിക്കുന്നതോ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നേരത്തെ പല കുടികൾക്കും ഈ ടൈവിൽഡിന് വണ്ടി വിട്ടിട്ടുണ്ട്. വണ്ടി വിട്ട് രാവിലെ വണ്ടിയുണ്ട്, വൈകുന്നേരം വണ്ടിയുണ്ട്. അതുകൊണ്ട് പല കുടികളിലും പോകാൻ വരാനോ ഏതൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ കുടിയിൽ വണ്ടി വരാനോ ഇല്ല. നമ്മൾ വണ്ടിയിൽ അവിടെ പോയിട്ട് പഠിച്ചിട്ട് വരാനുള്ള ഇതും ഇല്ല. അതൊരു വണ്ടി ഇല്ലാതെ കൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതൊക്കെ? സ്കൂളിലേക്ക് അത് അവിടെ ഈ പഠിച്ച് ഇരിക്കാനുള്ള കുട്ടികൾ മാത്രമേ അവിടെ പോയി ഹോസ്റ്റലോ ഏതെങ്കിലും ഒരിടത്തിന് കിടന്ന് പഠിക്കും.
ഇപ്പം അങ്ങനെയുള്ള കുട്ടികൾ 1-2 കുട്ടി അവിടെ പഠിച്ചവർ ഇവിടെ മറുപടി വീടേ വന്ന് അത് എല്ലാവരും ഒരു 1-2-3 കുട്ടികൾ മാത്രമേ പഠിച്ചിട്ടുണ്ട്. അവിടെ ചെമ്പരസൻ കോലിയിൽ ഒരു 3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അവിടെ പഠിക്കാനുണ്ട്. അത് ഒരു കുട്ടി 5ാം ക്ലാസ്സും ഒരു കുട്ടി 6ാം ക്ലാസ്സും ഒരു ആൺകുട്ടി 8ാം ക്ലാസ്സും പഠിക്കുന്നുണ്ട്. അവർ അവിടെ തന്നെ പഠിക്കുന്നതിനെ കൊണ്ട് ഏത് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് ഇടയ്ക്ക് ഒരാഴ്ചന് ഞങ്ങൾ പോയി അച്ഛനും അമ്മയും അവിടെ നോക്കി ഏതോ ഒരു മിഠായോ ഏതെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് വരാനുള്ള അതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുട്ടികൾ പഠിക്കാനോ ഈ ചെറിയ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാനോ ഒരു അംഗൻവാടി കെട്ടിടം അത്യാവശ്യം. അതുപോലെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിലും അതിപ്പോൾ എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തകര ഷീറ്റാണ് മേടിച്ചത്. അത് കടം മേടിച്ച് അത് കടം അടയ്ക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞങ്ങളിപ്പോൾ സ്വന്തമായി തകര ഷീറ്റ് മേടിച്ച് ഇരിക്കുന്നത് ഏതൊരു ബുദ്ധിമുട്ടും. നേരത്തെ ഇവിടെ ഞങ്ങൾ പുല്ല് എടുത്ത് കുറേ അതെല്ലാം കെട്ടിയിരുന്നത്. ആ സമയത്തിന് ചെതൽ തന്നെ ഞങ്ങൾ ഏത് സമയത്തിന് നനനെ എവിടെ മഴയിൽ വെളിയിലിരിക്കുന്നത് തന്നെ ഉള്ളിനും ഇരുന്ന് നനനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടെല്ലാം ഇപ്പം മാറി. ഞങ്ങൾ കുറച്ച് പൈസകൾ കടമയടിച്ച് ഇപ്പം തകര ഷീറ്റ് വാങ്ങിയത് കൊണ്ട് ഏതൊരു ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. ഇരുന്നാലും മറ്റു കുടികളിൽ എല്ലാം സർക്കാരിൽ വീടായി. ഞങ്ങൾക്ക് ഇന്നും ഇതുവരെ ഒരു രേഖ കിട്ടാതെ കൊണ്ട് വീട് വയ്ക്കാൻ ബുദ്ധിമുട്ട്. അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് രേഖ ഈ എഗ്രിമെൻറ്റിൽ വെച്ച് കൊടുത്ത് ഞങ്ങൾ ഇന്നും ഒരു 6 വീട്ടുകാർ അത് അവകാശ പേപ്പർ കിട്ടാതെ കൊണ്ട് ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ ഇതുവരെ ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ശരി നേരത്തെ നീടിച്ചാൽ ഞങ്ങൾക്ക് ഉടനെ വീട് കെട്ടാനുള്ള തീരുമാനം ഉണ്ടാകും. അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ശരിയാണ് ബുദ്ധിമുട്ട്. നേരത്തെ റോഡ് ഇരുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുടിക്കാൻ വെള്ളം ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ സ്വന്തമായി 4 ഇഞ്ച് ഓസ് വെച്ച് കുടിച്ചു കൊണ്ടിരുന്നത് എല്ലാ വീട്ടുകാരും. ഇപ്പോൾ സർക്കാരിൽ പഞ്ചായത്തിലെ ഓസ് തന്നതുകൊണ്ട് കുടിക്കാൻ വെള്ളം ഏത് സമയത്തിനും ഉണ്ട്. അത് മറ്റു കുടിയിൽ വെള്ളം ഇല്ലാതിരുന്നാൽ ഓസുള്ളവരെ ഞങ്ങൾക്ക് ഏതൊരു കുടിവെള്ളം അത് ബുദ്ധിമുട്ടില്ല. ഈ വെള്ളത്തിൽ വെച്ച് ഞങ്ങൾ കുറച്ച് വെള്ളം ഈ പിരിശിയോ ഇഞ്ചിയോ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു സമയത്തിന് കുളിക്കുന്ന സമയത്തിൽ നമുക്ക് കുളിക്കാൻ വെള്ളം എടുത്ത് നമ്മൾ കൃഷിക്ക് കുറച്ച് വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ശരിക്കും ഓസിടുന്നത് തന്നെ ഞങ്ങൾ കുളിക്കാനും കുടിക്കാനും അത് വെള്ളം ഈ മഴ സമയത്തിന് ബുദ്ധിമുട്ടില്ല. മഴ ഇല്ലാത്ത സമയത്തിന് ഞങ്ങൾക്ക് കുളിച്ച് തന്നെ കൃഷിക്ക് വിട്ട് കുളിക്കാനില്ല. അതൊരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ ഒരു സമയത്തിന് ഉണ്ടാകും. അത് ഇരുന്നാലും ഇപ്പോൾ എന്നാൽ 1.5 ഇഞ്ച് ഓസമുണ്ട്. പണ്ട് എൻ്റെ അച്ഛന്മാർക്ക് അമ്മമാർക്ക് മുമ്പിലുള്ള പാട്ടിമാർ അത് അച്ചമയത്തിന് ചേപ്പയിട്ടാലോ ഏതിലൊരു വറക തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് അത് ഉരുളിയിൽ വെച്ച് കുത്തി അത് ചോറ് വയ്ക്കും. റാഗി പാട്ടന്മാരും കാലത്തിൽ ഈ പാറയിൽ വെച്ച് ഒരു കല്ല് വെച്ച് അത് പൊട്ടിച്ച് പിന്നെ അതിന് വെച്ച് ഈ ഒരു പാനയിലെടുത്ത് അടുപ്പുണ്ടാക്കി അതിൽ വെച്ച് വെള്ളം തിളയ്ക്കും വരെ അതിന് തീയിട്ട സമയം വെള്ളം തിളയ്ക്കും. വെള്ളം തെളിക്കുന്ന സമയം പിന്നെ അതിന് പാതി വെള്ളത്തിന് കോരി എടുത്ത് വേറെ കലത്തിന് വെച്ച് പിന്നെ ഒരു 1 ലിറ്ററോ 2 ലിറ്ററോ വെള്ളത്തിൽ ഈ മാവ് അവിടെ പൊട്ടിച്ച് മാവ് അവിടെ ഇട്ട് 2 കുച്ച് വെച്ച് അതിന് കിണ്ടി ഇതിന് പ്ലേറ്റിൽ വെട്ടി തനച്ച് വെട്ടി വയ്ക്കും. അത് എല്ലാവർക്കും വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുടിക്കാർക്ക് മാത്രമല്ല കുടിയിലുള്ളവർക്ക് വന്നവർക്ക് എല്ലാവരും എൻ്റെ അച്ഛന്മാർ അമ്മമാർ കാലത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഓരോ തീരുമാനങ്ങളുണ്ട്, ഇന്നും ഉണ്ട്. എൻ്റെ വീട്ടിൽ വെളിയിലുള്ളവർ വന്നാലും എൻ്റെ വീട്ടിൽ കുടിയിലുള്ളവർ വന്നാലും അത് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത് എൻ്റെ പാട്ടന്മാർ കൊടുത്തതുപോലെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ വന്നാൽ അത് ഞങ്ങൾ കൊടുക്കാനുള്ള തീരുമാനം ഇന്നുമുണ്ട്. അത് ഇല്ലാതെ വരാതെ ആൾക്കാരെ കൂടി വിളിച്ച് ഉറമര മറ്റു കുടികളിൽ നിന്ന് വന്നാലോ പുറത്തുനിന്ന് വന്നാലോ എല്ലാവരെയും ഞങ്ങൾ വിളിച്ച് ഒന്നിച്ച് ഈ കുടിയിലുള്ള പയ്യന്മാർ കൂടി ഒരു പ്ലേറ്റിന് 3 പേര് 4 പേര് കൂടി കളിക്കാനുള്ള തീരുമാനങ്ങൾ ഇന്നും കൊണ്ട് പണ്ട് കാലം തൊട്ട് ഇതുവരെ ഉണ്ട്.